നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ബിലാത്തി ചക്ക നടുന്നത് എങ്ങനെയാന്ന് കാണിക്കാം. സിമ്പിളായിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബിലാത്തി ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇതിന് മുള്ളൊന്നുമില്ല. കണ്ടില്ലേ, മേക്കിട്ടരച്ചാലും മുള്ളില്ല. അതുപോലെ തന്നെ ഇതിന് ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് എന്താണ്, അടുപ്പിലെ ചാരം. നമ്മൾ കണ്ണൂർ വെണ്ണീര് എന്ന് പറയും. പിന്നെ കൈക്കോട്ട് സ്പെഷ്യൽ കൈക്കോട്ടാണ് കേട്ടോ, അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ കടിക്കുന്ന വെട്ടിക്കുന്നതിനെ തല എന്ന് ചോദിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുപോലും വേണ്ട. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ 3 എണ്ണാണ് നട്ടിട്ട് കാണിക്കുന്നത്. എങ്ങനെ നടുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നടുന്നത് കാണിക്കാം. ഈ പറമ്പത്ത് ഈ ഒന്ന് മാത്രമേ ഇപ്പം നടുന്നുള്ളൂ. കുറെ ഉണ്ട്, സൈഡിലായിട്ട് കുറെ ഉണ്ട്. അപ്പോൾ ബാക്കി 2 എണ്ണം മുകളിലത്തെ പറമ്പിൽ കൊണ്ടുപോയി നടണം. അപ്പോൾ നമ്മുടെ വളമൊക്കെ കണ്ടില്ലേ, ഇതാണ് ഇതിന് വേണ്ടുന്ന അവസ്ഥ. വാ, ഇങ്ങോട്ട് വാ. കൈക്കോട്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോ പ്ലാവ് നടുന്നതിനെ പറ്റി പറഞ്ഞപ്പോ കൈക്കോട്ടിനെ പറ്റി കമന്റ് ഇട്ടിരുന്നു, നല്ലൊരു തൂമ്പ വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഇത് മതി. ഇതിനെ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം ഇതിനെ കൊണ്ട് തന്നെ ചെയ്യാറ്. അപ്പോൾ ഇവിടെയാണ് ഈ ഒന്ന് നടുന്നത്. ഈ ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ എന്തായാലും ആദ്യം കുഴി എടുക്കട്ടെ. ഇത് കണ്ടോ, കുഴി കണ്ടോ, ഇതാണ് നമ്മുടെ ബിലാത്തി ചക്ക നടുന്ന കുഴി. ഈ കുഴിയിൽ ഇത്രയും വെണ്ണീര് മാത്രം മതി. ഇനി നമ്മൾ ഇതൊന്നും വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇങ്ങനെ എടുത്തു വെക്കുന്ന സൈഡിൽ നിന്ന് കുറച്ച് മണ്ണ് നമ്മളെ ബിലാത്തി ചക്ക നട്ട് കഴിഞ്ഞു. ഇതാണ് നടിയിൽ. അപ്പൊ ഒന്ന് നട്ട് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അമ്മ നട്ടൊരു കൈത കണ്ട, ബിലാത്തി കൈതയാണിത്. നട്ട് എന്ന് പറയാൻ പറ്റില്ല, കല്ലിന്റെ ഇതേപോലത്തെ വിടവിൽ വെച്ചിട്ടാണുള്ളത്. ഇതിനാണെങ്കിൽ കായ് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇതിങ്ങനെ മുളച്ച് വന്ന് ഏകദേശം ഇങ്ങനെ താണ് നിൽക്കും. അപ്പൊ അതിന്റെ മുകളിൽ നല്ല വണ്ണുള്ള കായും ഉണ്ടാവും. ഇത് ചുമ്മാ പറയുന്നില്ല, ഇതുവരെ ഉണ്ടായിരുന്നു, അതെല്ലാം പൊരിച്ച് കളഞ്ഞു. അതേപോലെ തന്നെ നമ്മളെ ഈ പറമ്പത്തുള്ള ഈ വാഴ മൊത്തം ഈ അമ്മ നടുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, പെരിച്ചാഴി തുറന്ന ഒരു ചെറിയൊരു കുഴിയേ ഉണ്ടാവും. അതിലേക്ക് വാഴ അങ്ങനെ വെച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ വളമോ ഒന്നും കൊടുക്കാറില്ല. പിന്നെ അടുപ്പിൽ ചാരം, വെണ്ണീര്, അത് ഇട്ട് കൊടുക്കൂ, അല്ലാതെ വേറെ ഒന്നും ഇട്ട് കൊടുക്കൂല. അമ്മേന്റെ നടല് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരു ബിലാത്തി ചക്ക കൂടിയുണ്ട് പഴുത്ത് കിടക്കുന്ന, അതും കൂടി പറിച്ച് എടുക്കാം. ഇവിടെ ഒരാൾ ഒളിച്ചു നിൽക്കുന്നുണ്ട്. കാക്കക്കും പന്നിക്കും ഒന്നും കൊടുക്കാതെ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ കവറ് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ട, ഇത് നന്നായിട്ട് പഴുത്തിട്ടില്ല, പക്ഷെ പഴുത്ത് വരുന്നതാണ്. ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതിന് ഭയങ്കര എന്താ ഉറപ്പ്, മഴ പെയ്തുകൊണ്ടാണോ ആവോ. അടിപൊളി. ഇത് ഇങ്ങനെ പാക്കറ്റ് ചാക്ക്, പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് ഇട്ട് വെച്ചതുകൊണ്ട് കാക്കയൊന്നും കൊണ്ടുപോയില്ല. നമുക്ക് പിന്നെ നമ്മുടെ രണ്ടാമത്തെ നടാൻ വേണ്ടിയിട്ട് അടുത്ത പറമ്പത്തേക്ക് പോകാം. ഇവിടെയെല്ലാം കഴിഞ്ഞ വർഷം നട്ടതാണ് ഞാൻ, പക്ഷെങ്കിൽ പന്നി എല്ലാം പൊരിച്ചിളക്കിയിട്ടുണ്ടായിന്. ഇപ്പൊ ഇവിടെയാണ് നടുന്നത്. ഇവിടെ കഴിഞ്ഞ വർഷം ഞാൻ കുറെ നട്ടതാണ്, പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ പന്നി എല്ലാം കൊണ്ടുപോയി. പിന്നെ നമ്മുടെ കൈക്കോട്ട് ഒന്നുകൂടി കാണിക്കാം. ഇത്രയേ വേണ്ടു, സിമ്പിൾ. പിന്നെ ഇതൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല, പക്ഷെ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. വലിയ കൂലിക്കാളയാക്കണം, അതുപോലെ ഒരുപാട് സമയം കൊത്തിത്തരന്ന് ആഴത്തിലെടുക്കണം, അതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത്രേ ചാരം കണ്ട, ഇത്രേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ബിലാത്തിക്ക് ഇതൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്തായാലും കൊടുക്കണം. വെച്ച് കണ്ടില്ലേ. പിന്നെ നമ്മളെ മുത്തുമണി നീലക്കണ്ണ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവിടേക്ക് വരും. അതുപോലെ തന്നെ ഒരുമിച്ച് മാത്രമേ ഉറങ്ങൂ. അപ്പോ ഇതിൻ്റെയും
ഇതും നട്ടു. കണ്ട, കൈക്കോട്ട് ഏകദേശം ഞാൻ പോട്ടം ചോദിച്ചു. ഇതാ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിന് വലിയ പ്രതീക്ഷയില്ല. ഇവിടെ പന്നി കൊണ്ടുപോകും. അപ്പോൾ താഴെ നടാന്ന് വെച്ചാൽ അത്രയേ സ്ഥലമുള്ളൂ. ഒരുപാട് വാഴയും തെങ്ങ് എല്ലാം ഉണ്ട്. പേരക്ക, സപ്പോട്ട, പിന്നെ ബട്ടർ ഫ്രൂട്ട്, റുമ്മാൻ, ആപ്പിള്. അപ്പം അതിൻ്റെ എല്ലാം നടുക്ക് അത് ശരിയാവില്ല. അപ്പം അടുത്തൊന്ന് ഇവിടെ ആണ്. അടുത്ത വീടിയാണ്. കണ്ട, ഇത്രയേ ഉണ്ടു. അടിപൊളി. എന്തായാലും കമൻ്റൊക്കെ ഇട്ട് മരിക്കണേ. കഴിഞ്ഞ വീഡിയോന്, ആ പ്ലാവ് നടന്ന വീഡിയോന് എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിന്. 2 ദിവസം കൊണ്ട് അത്ര 2 ലക്ഷം വ്യൂസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇതും ഇതിനകത്ത് തന്നെയാണ്, മുള്ളില്ലാത്ത. അപ്പോൾ ഈ 3 എണ്ണം നടുന്നത്. അപ്പോൾ 3 നട്ട് കഴിഞ്ഞിട്ടുണ്ട്. വെണ്ണീര് ഇത്രയും ബാക്കി. ഇതൊക്കെ ഇതാണ് എൻ്റെ നടല്. അതുപോലെ ഇതിനൊക്കെ ഉണ്ടാവും, കായ് ഉണ്ടാവും. കായ് നമുക്ക് കുറച്ച് കായും കൂടി കാണാം. അതായത് പൈനാപ്പിൾ, ബിലാത്തി ചക്ക, അതും കൂടി കാണാം. കുറച്ച് പഴുത്തതും അതുപോലെ ഇപ്പം പൊട്ടിക്കുന്നതൊക്കെ കാണാം. ഇപ്പോൾ ഓൾറെഡി 4 എണ്ണം പഴുത്ത് കിടക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം കട്ട് ചെയ്യില്ല. കാരണം ഇവിടെ എല്ലാവർക്കും ജലദോഷം, തണുപ്പ് പിടിച്ചുകൊണ്ട് ഇപ്പം കട്ട് ചെയ്യുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. എന്തായാലും ആ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ചെറിയ വളം, എന്താണ്, അടുപ്പിൽ ചാരം മാത്രം ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാകുന്ന ചക്ക. അത്രയും വണ്ണത്തിൽ ഉണ്ടാവും. 5.5 കിലോ 6 കിലോ ഒക്കെ. വേറൊരു വളമോ മെഡിസിനോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ നട്ടു നോക്ക്. നിങ്ങളെ അടുത്ത വർഷത്തേക്ക് കൈതച്ചക്ക എങ്ങനെയാണ് ഉണ്ടാകുന്ന, എത്ര വണ്ണം ഉണ്ടാകുന്ന നോക്കാം നമുക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ മഴയായതുകൊണ്ട് മറ്റ് വീഡിയോസ് ഒന്നും എടുക്കാൻ പോകാനുള്ള ആ ഒരു ചാൻസ് ഇല്ല. ഭയങ്കര മഴയാണ്, എല്ലാവർക്കും അറിയുന്നില്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് തന്നെ പോകാം. ഏതായാലും നട്ട് കഴിഞ്ഞ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നു പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപാൽ.